കാക്കാനി താത്താനി ബോക്സിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താത്താനി ഇൻട്രോ ആണ് ആദ്യം തന്നെ. ഓളെ കൈയൊക്കെ കൂട്ടിമുട്ടിക്കാണ്ട് നേരെ പോയി കാക്കാന്റെ അടുത്തേക്ക്. കാക്കണ്ട ആ കൂട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ബോക്സിംഗിന്റെ ആവേശത്തിൽ നമ്മളെ താത്ത മതിലൊക്കെ പൊളിച്ചുകൊണ്ട് അവന്റെ അടുത്ത് കടിക്കാൻ പോണ്. ഓളാ ജാക്കറ്റ് ഒക്കെ ഇട്ടാണ്ട് വന്നപ്പോഴേ നമ്മളെ കാക്കാരന് ഓനക്കും വേണം അതേമാതിരി ഒരു ഇൻട്രോന്ന്. കുട്ടികളെ എന്തെങ്കിലും ആക്രം പറഞ്ഞാൽ സാധിച്ചെടുക്കണം എന്നാണല്ലോ. അതുകൊണ്ട് നമ്മളെ കാക്കാക്കും കൊടുത്ത് അടിപൊളി ഒരു ഇൻട്രോ. ഇപ്പൊ ഇൻട്രോ ഇല്ലാത്തോണ്ട് അടിപൊളി നന്നായിട്ടില്ല അറിയണ്ടേ. ആൾക്കാർ ഒച്ചപ്പാടൊക്കെ കേട്ടപ്പോ ഓനക്കണ്ട ആവേശം കയറി. എന്നിട്ടുണ്ട് എവിടെ ഞാൻ അടിച്ച് തരിപ്പണാക്കേണ്ട ആള് വെച്ചുകൊണ്ട് നമ്മളെ താത്താന്റെ നേരെ പോണ്. താത്തോന്റെ വരവുകൊണ്ട് കണ്ടപ്പോ തന്നെ വിറങ്ങലിച്ചിട്ട് നിന്ന്. എന്നിട്ട് നമ്മളെ കാക്ക ഒരൊറ്റ ചാട്ടാ കൂട്ടിന്റെ ഉള്ളിക്കേ. അങ്ങനെ ആദ്യത്തെ ബെല്ലം കണ്ട് അടിച്ചു. ഒരു ഇടുത്തോണ്ട് കണ്ടാ വിചാരിക്കും അംഗനവാടിയിൽ ചോറ് നരിക്കുകയാണെന്ന്. രണ്ടാക്കും ബോക്സിങ്ങിന് വന്നാണെന്നുള്ള ഒരു ചിന്തയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ മണവാളച്ചൊക്കെ വരെ ബോക്സിങ്ങിൽ ജയിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോളിന്ന്. അല്ലേ കുറെ നേരമായി ഓരോ ഇരുത്തം തുടങ്ങിയിട്ട് ഇപ്പൊ തുടങ്ങും വിചാരിച്ചു കണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടാലടിയാ. ഇതിപ്പോ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് കണ്ട മൈൻഡും കൂടി ഇല്ല. നമ്മളെ ചെക്കന് ബോക്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴേ കളരിയെന്ന് വിചാരിച്ചു തോന്നുന്നുണ്ട്. ഓരോരോ അഭ്യാസങ്ങൾ തോന്നെ അവിടെ ഇരുന്ന് കണ്ട് ഇറക്കണേ. ഓരോ അതിൻ്റെ ഉള്ളിൽ കിടന്നാണ് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത്. ഞാൻ ആ പെണ്ണിന്റെ മുന്നിൽ തൂങ്ങി കിടന്ന് 4 കൊടി പിടിച്ചാണ് കൊമ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. ഇനിയിപ്പോ ഫൈറ്റ് ചെയ്യുമ്പോൾ കണ്ണാണ് അതൊക്കെ കണ്ടാ വിചാരിച്ചു കണ്ട് ഒക്കെ ഇപ്പൊ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി തോന്നുന്നുണ്ട്. രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ മൈൻഡില്ല. ഇപ്പൊ ബോക്സിംഗ് കാണാൻ ഓഡിയൻസിനെ കണ്ട് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. കുറെ നേരം ഇവിടെ പടി നടക്കും വിചാരിച്ച് കാത്തുക്കണേ. അങ്ങനെ രണ്ടാമത്തെ ബെല്ലടിച്ചപ്പോഴേ നമ്മൾ തന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് അങ്ങനെ ബോക്സിംഗ് ചിലപ്പോൾ ബോക്സിംഗ് എന്ന് പറഞ്ഞ് മനസ്സിലാവാത്തോണ്ടാണെങ്കിൽ ഇതാത്തന്നെ കൈകൊണ്ട് പിടിച്ചാണ് ലൂക്കാക്കാരൻ രണ്ട് തോണ്ടായിട്ട് തോണ്ടി. അപ്പോഴാണ് നമ്മളെ താത്ത ഗുഡൻസ് മനസ്സിലായത്. ഓക്കെ കണ്ട് ആവേശം കയറി. അവിടെ പറയാണ് എങ്ങനെയൊക്കെ ചെയ്യണേ അമ്മ ഇത്ര ചെയ്യണേ എന്നോട് പറഞ്ഞാൽ പോരെന്ന്. ഇനിയിപ്പോ ആരോട് നമ്മൾ ഇത്രയും പറഞ്ഞത്. അവൻ പറഞ്ഞാണ്ട് അത് ഓളോ ഓന്റെ ചന്തിക്ക് കടിക്കാൻ പോണേ. അടിയൊന്നും ഓനക്ക് യേശുവിൽ ഓനക്ക് കടി തന്നെ വേണം പറഞ്ഞാണ്ട് എന്റെ അടുത്ത് നമ്മളെ ലൂക്കാക്കാന്റെ കൂടെയായിരുന്നു. ഓള് 2 അടി ഇങ്ങോട്ട് കൊടുത്തോണ്ട് നമ്മളെ 4 അടി അങ്ങോട്ട് കൊടുക്കണല്ലോ. ഞാൻ അവനോട് പറഞ്ഞു കൈ കൊണ്ട് മടക്കി പിടിച്ചാണ്ട് 2 അടി കൊടുക്കുക. അതാണ് ബോക്സിംഗ് എന്ന്. നമ്മളെ കാക്കാന്റെ അടിയെ താത്താക്കാണ് താങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ ഒരു അടുത്ത അടിയിൽ അതോളം അപ്പുറത്തെ പറമ്പ് പോയി കിടക്കണേ. അതോടുകൂടി നമ്മളെ താത്ത കൂടെ നോക്കൌട്ടായി. ഇന്നത്തെ ബോക്സിംഗിലെ വിജയം നമ്മളെ ലൂക്കാക്കനെ കേട്ടോ. അവന്റെ ഫാൻസിന്റെ ഒക്കെ ഒരു ആവേശം നോക്കാൻ നിങ്ങള്. അപ്പൊ ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.